ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ഞണ്ട് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി രണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം ബിരിയാണി പൊട്ടാണ്. ആ ബിരിയാണി പൊട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് കുറച്ച് ഗീയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പുറം ഞാൻ ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ട് അതിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി പൊട്ടിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ 3 ഗ്ലാസ് കുഞ്ഞിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്കെല്ലാം എടുക്കുന്ന കുഞ്ഞിരിയാണ്. അതുപോലെ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഓയിലിൽ. അതുപോലെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഞാൻ ഇത് വെച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് റൈസ് റെഡി ആയിക്കോളൂ. അപ്പോൾ ഇപ്പുറത്തെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 തരം ജീരകം ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇടയ്ക്ക് ബിരിയാണീൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ സവാളയും കൂടി ഇട്ടെടുത്ത് വഴറ്റുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഞണ്ട് കഴുകി വൃത്തിയാക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഞണ്ടായിരുന്നു. എന്നാൽ ആവശ്യത്തിന് ഇറച്ചിയൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടി, ബിരിയാണി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കുക്കർ അടച്ചു വെക്കുകയായിരുന്നു. ചെറിയൊരു സിമ്മിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ബിരിയാണി റെഡിയായി. ദം ചെയ്ത ബിരിയാണി തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.